ഷഹബാസ് ഷെരീഫ് ഒടുവിൽ ആ സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതായത് ഞങ്ങളുടെ കയ്യിൽ അനുഭവമുണ്ട്, പക്ഷെ അത് പൊട്ടിക്കാനുള്ളതല്ല. പിന്നെ എന്തിനാണ്? അണുബോംബുള്ള എല്ലാ രാജ്യങ്ങളും അത് ഒരു സുരക്ഷാ മുൻകരുതൽ എൻ്റെ ഭാഗമായിട്ടാണ് അണുബോംബ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ലോകത്തെ പരമമായ സത്യം. ഇപ്പോൾ ഇന്ത്യ അടക്കം ഏതാണ്ട് 180ഓളം അണുബോംബുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഹിരോഷിമ, നാഗസാക്കി ഒക്കെ നമ്മുടെ മുമ്പിൽ അനുഭവ സാക്ഷ്യങ്ങളായിട്ടുള്ളപ്പോൾ എത്ര തീവ്രമായ ഒരു യുദ്ധം വന്നാലും ഒരു അണുബോംബ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ അല്ലെങ്കിൽ നീചമായ ഒരു പ്രവൃത്തി ഒരു രാജ്യങ്ങളും ഈ വർത്തമാനകാലത്ത് ചെയ്യുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പാകിസ്ഥാനും അങ്ങനെ തന്നെയാണ്. കാര്യം ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനുശേഷം നമ്മൾ ഈ സിന്ധു നദീജല കരാർ നിർത്തിവെക്കുന്ന ഒരു നടപടി ഉണ്ടായി. അപ്പോൾ ഇന്ത്യ ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കും എന്നുള്ള സൂചനകൾ വന്നപ്പോൾ തന്നെ അവിടെ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ചിലർ, അവിടുത്തെ പ്രതിരോധ മന്ത്രി അടക്കം, ഇന്ത്യ ആക്രമിച്ചാൽ ഞങ്ങൾ അണുബോംബിടും, ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഈ തള്ളിനപ്പുറം ആർക്കും ഒന്നും ചെയ്യാനൊക്കില്ല. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ പോലും ഈ 180ഓളം അണുബോംബുകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അത് ഒരു സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമാണ്. മറ്റ് ശത്രു രാജ്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യക്ക് തൊട്ടടുത്ത് തന്നെ പാകിസ്ഥാനുണ്ട്, ചൈനയുണ്ട്. കുറച്ചുകൂടി വിശാലമായി നോക്കുകയാണെങ്കിൽ തൊട്ടിപ്പുറത്ത് ഇപ്പോൾ ബംഗ്ലാദേശുണ്ട്. ഇപ്പോൾ തുർക്കിയും നമ്മുടെ ശത്രു രാജ്യ പട്ടികയിൽ വരികയാണ്. അപ്പോൾ നമ്മൾ സ്വയം സുരക്ഷിതരാകാൻ വേണ്ടി, കരുതലിന് വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അണുബോംബുകൾ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ഒരു നശീകരണ പ്രവർത്തനത്തിലേക്ക് പോകാൻ പുതിയ ഒരു ലോകക്രമത്തിൽ ആരും അത്തരം ഒരു മനുഷ്യത്വരഹിതമായ നീചമായ ഒരു ചിന്തയിലേക്ക് പോകും എന്ന് കരുതേണ്ടതില്ല. പാകിസ്ഥാനും അങ്ങനെ തന്നെയാണ്. നമ്മുടെ സഹോദരങ്ങളാണ് അവരും. നമ്മളുമായിട്ട് ഇടക്കിടക്ക് തല്ലുകൂടുമെങ്കിലും നമ്മൾ അവരെ ആ രീതിയിൽ തന്നെയാണ് ഇന്നോളം പരിഗണിക്കുന്നത്. അപ്പോൾ അവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് അറിയുന്നതിൽ സന്തോഷം. കാരണം ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിലെ കുറച്ച് വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന ഏതോ ഒരു സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ പരിപാടി, അവിടെ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനിടയിൽ ചോദ്യമുയർന്നു, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇത്രയും നമ്മൾ നാണക്കേട് ഉണ്ടായി, എന്തുകൊണ്ട് നിങ്ങൾ അണുബോംബ് ഉപയോഗിച്ചില്ല? അണുബോംബ് ഉണ്ടല്ലോ. അപ്പോൾ ഷഹബാസ് ഷെരീഫ് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: നമ്മൾ അണുബോംബ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം സുരക്ഷയെ കരുതിയും പ്രതിരോധത്തെയും കരുതിയാണ്. അല്ലെങ്കിൽ നമ്മൾ അണുബോംബുകൾ ഉണ്ടാക്കുന്നത് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു ആക്രമണത്തിന് വേണ്ടിയിട്ടല്ല. ഈ ഒരു നിലപാട് തന്നെയാണ് ഇന്ത്യക്ക് കാലാകാലങ്ങളായി പിന്തുടരുന്ന. അണുബോംബുകൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട് എന്താ? ഇന്ത്യ ഒരിക്കലും ആദ്യം ആക്രമിക്കില്ല. എത്ര വലിയ സംഘർഷം ഉണ്ടായാലും ഇന്ത്യ ആദ്യം കൊണ്ട് ഒരു രാജ്യത്തും അണുബോംബ് ഇടില്ല. സമാനമായ ഏതാണ്ട് അതിന് തുല്യമായ ഒരു നിലപാട് തന്നെയാണ് പാകിസ്ഥാൻ്റെ കയ്യിലുള്ളത്. ഒരിക്കലും ആദ്യം പോയി അണുബോംബ് ഇടില്ല. ഈ ചോദ്യം അസീം മുനീറിനോടായിരുന്നെങ്കിൽ അതെനിക്ക് പറയാൻ പറ്റില്ല. ആ ചങ്ങാതി എന്താണ്, എങ്ങനെയാണ് ചിന്തിക്കുന്നത് പറയാൻ പറ്റില്ല. പക്ഷെ അസീം മുനീറിനെ കുറിച്ച് ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞിരുന്നു. അതായത് ഈ അസീം മുനീർ അവിടുത്തെ പ്രസിഡന്റ് ആകും. അതായത് അവിടെ ആസിഫ് അലി സർദാരിയാണ് നിലവിലെ പ്രസിഡന്റ്. അപ്പോൾ ആസിഫ് അലി സർദാരി രാജിവെച്ചിട്ട് പകരം ഈ പറയുന്ന അസീം മുനീർ അവിടെ പ്രസിഡന്റ് ആകാൻ സാധ്യതയുണ്ടെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് പറഞ്ഞേക്കുന്നത്, അങ്ങനെ ഒരു പരിപാടി, അങ്ങനെ ഒരു ആഗ്രഹം അസീം മുനീറിനുള്ളതായിട്ട് എനിക്കറിയില്ല. ഇനി അങ്ങനെ ഒരു പ്ലാനും ഇവർക്കില്ല. ഇപ്പോൾ ഇയാളെ രാജിവെപ്പിച്ചിട്ട് അസീം മുനീറിനെ പ്രസിഡന്റ് ആക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ഞങ്ങൾക്കില്ല എന്ന് പറയുന്നു. ഇനി രഹസ്യമായിട്ടൊരു കാര്യം പറയട്ടെ, ഈ അസീം മുനീർ ഈ പ്രസിഡന്റില്ല ആകുന്നില്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, പ്രധാനമന്ത്രിയാകാമല്ലോ. അതെ, അവിടെ മുൻ അനുഭവങ്ങൾ അതാണ്. ഇമ്രാൻഖാന്റെ ജയിലല്ല, മുൻ അനുഭവം. ഇപ്പൊ മറ്റേ പർവേസ് മുഷറഫ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അതാണ്. സൈനിക മേധാവിയായിരുന്നു, ഭരണാധികാരിയായി. അസീം മുനീർ, അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജന്മദിന വിരുന്നുണ്ണാനായിട്ട് പോയത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയല്ല, അവരുടെ സർവ്വസൈന്യാധിപൻ, അതായത് ഫീൽഡ് മാർഷൽ എന്നാണ് ഇപ്പോഴത്തെ വിളിപ്പേര്. ഈ ഒരു ജനാധിപത്യപരമായി എന്നെങ്കിലും പേരിനെങ്കിലും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ അവിടെ ഉള്ളപ്പോൾ അതിൻ്റെ ഒരു നേതാവ്, പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ആണ് ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ അവിടുത്തെ സൈന്യത്തിൻ്റെ 250ാമത് വാർഷികവും കൂടിയായിരുന്നു. അത്തരം ഔദ്യോഗിക പരിപാടികളിലേക്ക്, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു ഔദ്യോഗിക സ്വഭാവത്തോടെയുള്ള പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് അങ്ങനെയാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആ രീതിയിലാണ് നടത്തേണ്ടത്. പക്ഷേ ഇവിടുത്തെ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയൊക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട്
അവരെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് സൈനിക മേധാവി അവിടെ പോയി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് സമ്മതിക്കുക, ഈ പ്രതിരോധ സാമഗ്രികളുടെ വ്യാപാര കരാറുകളെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ ഇവർക്ക് എന്താ പണി? ഇവർ വരും റബ്ബർ സ്റ്റാമ്പുകളായിട്ട് അങ്ങനെ നിൽക്കുക. അതായത് ഒരു സമാന്തര ഭരണ സംവിധാനം, അത് പാകിസ്ഥാനെക്കുറിച്ചുള്ള എല്ലാവരുടെയും ഒരു എക്കാലത്തെയും വലിയ ആക്ഷേപമാണ്. ഒരു സർക്കാർ അവിടെ ഉള്ളപ്പോൾ അതിന് സമാന്തരമായിട്ട് അവിടുത്തെ പട്ടാളം ഭരണം നടത്തുക. അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അസീം മുനീറിനെ കുറിച്ച് അയാൾ പ്രസിഡന്റ് ആകുന്നില്ല എന്നേ ഷഹബാസ് ഷെരീഫ് പറഞ്ഞിട്ടുള്ളൂ. പ്രധാനമന്ത്രി ആയേക്കും. ഉറപ്പല്ലേ? കാര്യം അവിടുത്തെ ഏറ്റവും വലിയ പവർ ഹൗസ് എന്ന് പറയുന്ന അസീം മുനീറാണ്. അസീം മുനീർ വിചാരിച്ചു കഴിഞ്ഞാൽ സൈന്യം കൂടെ നിൽക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷഹബാസ് ഷെരീഫിനോട് ചോദിക്കും, നിങ്ങൾക്ക് നിൽക്കണോ അതോ ജയിലിൽ കിടക്കണോ? അപ്പോൾ അയാൾ പറയും ഞാൻ രാജിവെച്ച് പൊക്കോളാം എന്ന് പറയുമ്പോൾ അസീം മുനീർ താല്പര്യപ്പെട്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ പാകിസ്ഥാൻ്റെ ഭരണ നേതൃത്വത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. ഈ അണുബോംബുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അണുബോംബിട്ട് ഇന്ത്യയെ തകർക്കും എന്നാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതിന് ശേഷം മുഴുവൻ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ അണുബോംബിടും, പിന്നെ ഇന്ത്യ കാണില്ല, ഇപ്പം ഇടുന്ന്. പക്ഷെ ഷഹബാസ് ഷെരീഫിൻ്റെ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമാധാനപരമായ കാര്യങ്ങൾക്കാണ്, അല്ലാതെ ഒരു രാജ്യത്തെ ആക്രമിക്കാനോ ഒരു രാജ്യത്തെ കൊണ്ടിടാനോ അല്ല നമ്മളിത് ഉണ്ടാക്കി വച്ചേക്കുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും നിഗമനങ്ങളും അനുമാനങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ? ഇതിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ഈ അണുബോംബ് ഇടണമെങ്കിൽ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നെങ്കിൽ ഒരു വിമാനത്തിൽ അണുബോംബ് കൊണ്ടുവന്ന് വിടണം, അല്ലെങ്കിൽ ഒരു ബാലിസ്റ്റിക് മിസൈലിൽ ഈ പറയുന്ന അണുബോംബിൻ്റെ പോർമുന ഘടിപ്പിക്കണം. പക്ഷേ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ആദ്യം ചെയ്ത പരിപാടി അവരുടെ ഈ ദീർഘദൂര മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളടക്കം തച്ച് തകർക്കുക ചെയ്തത്. പിന്നെ വിമാനങ്ങൾ പറന്നുയരാൻ പറ്റിയ അത്രയ്ക്ക് വലിയ അണുബോംബൊക്കെ കൈകാര്യം ചെയ്ത് പറക്കാൻ പറ്റിയ വിമാനങ്ങളുള്ള സ്ഥലങ്ങളുടെ റൺവേ അടക്കം തകർന്നു കളഞ്ഞു. അപ്പോൾ ഇന്ത്യക്ക് നേരത്തെ തന്നെ അമേരിക്കയുടെ ഒരു മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതായത് പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു. അതായത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആണ് ഇക്കാര്യം ഇന്ത്യയെ വിളിച്ച് പറഞ്ഞത്. വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു. അപ്പോൾ ഇവരിങ്ങനെ അതിനുവേണ്ടി തയ്യാറെടുപ്പ് ഉണ്ടാകുമായിരിക്കും, നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെയും അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. കാര്യം അതിനുള്ള സംവിധാനങ്ങൾ വേണമല്ലോ. അത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇല്ലാണ്ടായി. ഇനി അതൊക്കെ പുനരുജ്ജീവിച്ച് വരുമ്പോഴത്തേക്കും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ ഒരു സംഘർഷത്തിനൊക്കെ അയവുണ്ടാകും. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ അണുബോംബ് അവിടെ ഇരുന്ന് വിശ്രമിക്കത്തേ ഉള്ളൂ, ഇങ്ങോട്ട് വരില്ല.